Good morning, viewers. Welcome to my channel. ഇന്ന് നിങ്ങൾക്കറിയാലോ നമ്മളെ ഹിസ്റ്ററി പരിശോധിക്കാന്ന് വെച്ചാൽ ഈ ചരിത്രത്തിൽ ഉടനീളം ഡെത്ത് ഹാസ് ഫാസിനേറ്റഡ് പോയറ്റ്സ് ഫിലോസഫേഴ്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി വൈസ് പീപ്പിൾ റൈറ്റ് ഓഫൺ അബൌട്ട് ഡെത്ത്. പക്ഷേ ഇവരൊന്നും മരണത്തെ നേരിട്ട് കാണാതെയാണ് ഈ കവികളും തത്വചിന്തകരൊക്കെ മരണത്തെക്കുറിച്ച് കൂടുതലായിട്ട് എഴുതിയിട്ടുള്ളത്. ഈ ശരിക്കും മരണത്തെ കാണുന്ന കൂട്ടർ ആരൊക്കെയാണ്? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ മരണത്തെ എല്ലാവരും മരിച്ചു എന്ന് നമ്മൾ അറിയുന്നു, മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ കാണും. പക്ഷേ ഈ മരണത്തോട് അടുക്കുന്ന സമയത്ത് when a person is dying, who is witnessing the death, മോസ്റ്റ്ലി നിങ്ങൾ വിചാരിക്കും അത് പട്ടാളത്തിലുള്ള നമ്മളെ സോൾജിയേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ ഈ അടുത്തൊരു സോൾജിയർ മരിക്കുന്നത് വിറ്റ്നസ് ചെയ്യുക, അല്ലെങ്കിൽ യുനോ മേ ബി സം അതർ ആക്സിഡൻറ്റ് കേസിലായിരിക്കും കാണുന്നുണ്ടാവുക. പക്ഷേ ഇതല്ല അതിൻ്റെ സത്യം. ഇതെന്ന് വെച്ചാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഡെത്തിനെ വിറ്റ്നസ് ചെയ്യുന്നത് നമ്മളെ ഈ ഫിസിഷ്യൻസും നേഴ്സസും ആണ്. അവർ ഏറ്റവും കൂടുതൽ ഈ ഡെത്തിനെ വിറ്റ്നസ് ചെയ്യുന്ന ആൾക്കാർ. മിക്കവാറും ഹോസ്പിറ്റലിലെ പേഷ്യൻ്റ്, ടെർമിനൽ പേഷ്യൻ്റോ എവ്രി ഡേ വലിയ ഹോസ്പിറ്റലിലാണെങ്കിൽ എല്ലാ നേഴ്സുമാരും ഫിസിഷ്യൻസും മരണത്തെ നേരിട്ട് വിറ്റ്നസ് ചെയ്യുന്ന കൂട്ടം. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് മരണത്തെ വിറ്റ്നസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് വളരെ കുറച്ച് എഴുതിയായിട്ട് കണ്ടിട്ട് ഡോക്ടർമാർ എങ്ങനെയാണ് ഈ ഡെത്തിനെ വിറ്റ്നസ് ചെയ്യുന്നത്, ഒരാൾ മരിക്കുന്ന സമയത്തുള്ള അയാളെ കാണുന്ന സമയത്ത് ഡോക്ടർമാർ എങ്ങനെയാണ് ഡെത്തിനെ വിറ്റ്നസ് ചെയ്യുന്നുള്ള പേപ്പേഴ്സും ബുക്സ് എല്ലാം ഞാൻ വളരെ കുറച്ച് കണ്ടിട്ടുള്ളൂ. പക്ഷെ നമ്മളും ഈ മരണം കണ്ടിട്ടുണ്ടാവും. കാരണം മിക്കവാറും നമ്മളെ ജീവിതത്തിൽ നമ്മളെ ലൗഡ് വൺസ്, നമ്മളെ പാരൻസോ അല്ലെങ്കിൽ നമ്മളെ ഏതെങ്കിലും ലൗഡ് വൺസോ നമ്മളെ വീട്ടിൽ വെച്ച് മരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ മരണം കാണാൻ ഇടയായിട്ടുണ്ടാവും. വിറ്റ്നസ് ചെയ്യുന്ന നമ്മൾ അവരുടെ അടുത്തുണ്ടാവും. എല്ലാവരും മരിക്കുന്ന സമയത്ത് ദേ ഓൾസോ വിഷ് നമ്മുടെ ലൗഡ് വൺസ് നമ്മുടെ ഡെത്ത് ബെഡിൻ്റെ മരണത്തിനടുത്ത് നമ്മളെ കൂടെ വേണമെന്നുള്ളൊരു വിഷ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ നമ്മുടെ കുട്ടികളും അല്ലെങ്കിൽ നമ്മുടെ യുവാക്കളും ഇന്നെല്ലാം വിദേശ പഠനത്തിനും അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുക അല്ലെങ്കിൽ ദൂരസ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് മിക്കവാറും ഇവരെ ലൗഡ് വൺസ് മരിച്ചാലോ പാരൻസ് മരിച്ചാലോ ഇവരൊരിക്കലും ഡെത്ത് വിറ്റ്നസ് ചെയ്യുന്നില്ല. മരിച്ചു കഴിഞ്ഞതിന് ശേഷം മിക്കവാറും ആൾക്കാർ എത്തുന്നുള്ളൂ. സോ അത് 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 വലിയൊരു എന്താ പറയുക, അതിന് വലിയൊരു കാരണം വെച്ചാൽ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്നത് വെച്ചാൽ ഈ ഡെത്തിനെ വിറ്റ്നസ് ചെയ്യാൻ പറ്റാത്ത വേറൊരു കാരണം വെച്ചാൽ ഇന്നത്തെ കാലത്ത് പല ആൾക്കാരും വീടുകളിൽ നിന്നല്ല മരിക്കുന്നത്. മിക്കവാറും ആൾക്കാർ ഹോസ്പിറ്റൽസിൽ നിന്നാണ് മരിക്കുന്നത്. പക്ഷെ ഹോസ്പിറ്റലിൽ നിന്നൊരു രോഗി മരിക്കുന്ന സമയത്ത് വളരെ അതിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ പലപ്പോഴും ഫിസിഷ്യൻസ് നമ്മളെ അലൗ ചെയ്യില്ല. സോ ഇപ്പം നോക്കുക വെച്ചാൽ ഈ കുറച്ച് പേര് മാത്രമേ വീട്ടിൽ നിന്ന് മരിക്കുന്നുള്ളൂ. വീട്ടിൽ അധികം ആൾ മരിക്കുന്ന കാണലില്ല. ഇപ്പം ആശുപത്രിയിൽ വെച്ച് മരിക്കുന്ന അപ്രോക്സിമേറ്റ്ലി 80% അമേരിക്കൻസും ഇന്നത്തെ ഒരു കണക്ക് പ്രകാരം അവർ ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് മരിക്കുന്നത്. സോ ദ ഫൈനൽ അപ്രോച്ച് ടു മോർട്ടാലിറ്റീസ് ആർ കൺസീൽഡ് ആണ്. അത് നമുക്ക് അതിൻ്റെ മരണത്തിൻ്റെ അന്തിമ സമീപനങ്ങളും വിശദാംശങ്ങളും ഈ ഹോസ്പിറ്റലിൽ പല സമയത്തും മറച്ചു വെക്കുന്നതായി കാണുന്നു. ഇതെന്താ വെച്ചാൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മളെ ഡെത്ത് ഈസ് എ ഫാക്ട്, എവറിബഡി നോസ് ദാറ്റ് വൺ ഡേ യു ആർ ഗോയിങ് ടു ഡൈ. പക്ഷെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എനിക്കൊരു പെട്ടെന്നുള്ള മരണം ആവശ്യമാണ്, എനിക്ക് കുറേ കിടന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, എൻ്റെ മരണം ഒരു സ്ലീപ്പിൽ വരണം, സോ ഐ വോണ്ട് സഫർ എന്നുള്ള ഒരു വിഷയമാണ് അതിയാക്കൊണ്ടാവുക. അപ്പോൾ ഈ മരണത്തെക്കുറിച്ചിട്ട് പണ്ട് കാലങ്ങളിൽ ഈ ആളുകൾ മരിക്കുന്നത് അധികവും വീട്ടിൽ വെച്ചാൽ മീൻ ദാറ്റ് ഒരു 50 കൊല്ലത്തെ മുന്നത്തിലെ ചരിത്രം എടുക്കാമെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം എടുക്കിയാൽ ഓൾമോസ്റ്റ് 80% ആൾക്കാരും വീട്ടിൽ വെച്ചാലും മരിക്കുന്നുണ്ടാവും. ഇതേ സംഭവം തന്നെയാണ് പണ്ട് കാലത്ത് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ മരണത്തെക്കുറിച്ചിട്ട് ആദ്യത്തെ ഒരു വലിയൊരു ആർട്ടിസ്റ്റിക് റെപ്രസെൻറ്റേഷൻ
ചെയ്തത്, ഈ മെഡിക്കൽ പ്രൊഫഷന് വേണ്ടി ചെയ്തത് ഒരു സർ ലൂക്ക് ഫീൽഡ്സ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു ബ്രിട്ടീഷ് പെയിൻറ്ററായിരുന്നു. ഈ ലൂക്ക് ഫീൽഡ്സിൻ്റെ പെയിൻറ്റിങ് ആയിരുന്നു വളരെ വിശ്വവിഖ്യാതമായ ഒരു പേരിൽ അറിയപ്പെട്ടിരുന്ന ആ പെയിൻറ്റിങ്ങിൻ്റെ പേരായിരുന്നു ഇത് ഡോക്ടർ എന്നുള്ള പെയിൻറ്റിങ്സ്. അപ്പോൾ അത് പിന്നെ അതെന്താ എൻ്റെ പെയിൻറ്റിങ് അതിന് പെയിൻറ്റിങ് വെച്ചാൽ ഒരു ഇംഗ്ലണ്ടിൻ്റെ തീരത്തുള്ള ഒരു ലളിതമായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ ഒരു ചെറിയൊരു കുടിലിൽ വെച്ചായി സംഭവിക്കുന്നത്. അവിടെ എന്ന് വെച്ചാൽ ഒരു ചെറിയ പെൺകുട്ടി എന്ന് വെച്ചാൽ വളരെ ശാന്തമായി അബോധാവസ്ഥയിൽ കടന്ന് മരണത്തെ നേരിടുന്ന സമയത്ത് അവളുടെ വളരെ സങ്കടപ്പെടുന്ന ഈ പാരൻസും വളരെ ഒരു സഹാനുഭൂതിയുള്ള ഒരു ഡോക്ടറും മരണക്കിടക്കേൻ്റെ അടിയിൽ മരണക്കിടക്കേൻ്റെ അരികത്ത് വളരെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു പിക്ചറായിരുന്നു. അപ്പോൾ ആ കുട്ടി മരണത്തിൻ്റെ പിടി മുറുക്കി കൊണ്ട് മരണം ഇങ്ങനെ അവളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ദേ റിയലൈസ് ദാറ്റ് ഈ മരണത്തെ ദുർബലമാക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയില്ല. അപ്പോൾ ഈ പെയിൻറ്റിങ് അത്രയും ഭയങ്കര ഫേമസ് ആയിരുന്നു. ഈ പെയിൻറ്റിങ് എന്ന് വെച്ചാൽ ഈ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്. കാരണം വെച്ചാൽ അത് മെഡിക്കൽ പ്രൊഫഷനിൽ ആദ്യമായിട്ട് വന്നൊരു പെയിൻറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ ഒരു 14 വർഷത്തിന് ശേഷം കഴിഞ്ഞിട്ട് പെയിൻറ്റിങ് വന്നതിന് ശേഷം ഇയാളോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ് ഈ പെയിൻറ്റിങ് എങ്ങനെയാണ് ഈ മരണത്തെ വിഷ്വലൈസ് ചെയ്തത്? മരണം നിങ്ങൾ കാണാതെ മരണത്തിനെ കുറിച്ച് എങ്ങനെ പെയിൻറ്റ് ചെയ്തു? കാരണം ഈ ഒരു പെയിൻറ്റിങ് ആൾ മരണത്തെ ഈ കുട്ടി മരിക്കുന്നത് കണ്ടു, പക്ഷേ അയാൾ ഒരു വിഷ്വലൈസേഷനാണ് പെയിൻറ്റിങ് ചെയ്തത്. അപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കുറേ കൊല്ലം മുമ്പ് ഈ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന വർഷങ്ങളിൽ കുറേ കുട്ടികളെ ഒരു പകർച്ചവ്യാധി ബാധിച്ചിട്ട് മരിച്ചിരുന്നു ഇംഗ്ലണ്ടിൽ. ആ സമയത്ത് ഇയാളെ സ്വന്തം മകൻ മരിക്കുന്നത് അയാൾ നേരിട്ട് കണ്ടു. അതാണ് ഒരു വിഷ്വലൈസേഷനായിട്ട് ആ ഫിഷർമാൻ്റെ കുട്ടി മരിക്കുന്ന സമയത്ത് അയാൾ പെയിൻറ്റ് ചെയ്തത്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് വളരെ ഒരു 1861 പെയിൻറ്റിങ് വരുന്നത് തോന്നുന്നു ആദ്യമായിട്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അന്ന് ഈ കുട്ടി എന്ത് കാരണത്താലായിരുന്നു മരിച്ചിട്ടുണ്ടാവുക എന്നുള്ള പല ഡോക്ടേഴ്സും ആ പെയിൻറ്റിങ് കണ്ടിട്ട് ഞാൻ ഇന്നാളത്തിൽ വായിച്ചതെന്ന് വെച്ചാൽ പല ഡോക്ടർമാരും ഈ പെയിൻറ്റിങ് കണ്ടതിന് ശേഷം അവർ ജസ്റ്റ് ഇമാജിൻ ഈ കുട്ടി മരിച്ചത് ചിലപ്പം ഡിഫ്തീരിയ ആയിട്ടായിരിക്കുമോ, അങ്ങനെയാണെങ്കിൽ ഡിഫ്തീരിയ ആണെങ്കിൽ ഈ വിർച്വലി ഈ കുട്ടി ചോക്ക് ടു ഡെത്ത് ആയിരിക്കണം അതിൻ്റെ സംഭവിക്കൽ. അതൊരു മരണകാരണം. ഈ മരണകാരണം എന്താണെന്നല്ല പറയുന്നത്. അല്ല, ഈ മരിച്ചു കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് നിങ്ങളോട് പറയുള്ളൂ എന്താണ് മരണകാരണം, ഇതൊരു മയക്കട ഇൻഫെക്ഷൻ ആണോ, അല്ലെങ്കിൽ ഈ ഒരു ചോദിക്കുന്ന ഈ കുട്ടിക്ക് സ്കാർലെറ്റ് ഫീവർ ഉണ്ടായിരുന്നോ? സ്കാർലെറ്റ് ഫീവർ ആണെങ്കിൽ ഈ കുട്ടിക്ക് പ്രോബബ്ലി ഒരു ഡിലേരിയം അല്ലെങ്കിൽ ഹൈ ഫീവർ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ കുട്ടി മരിക്കുന്നത് മെനിഞ്ചൈറ്റിസ് ആയിരുന്നു, ആ സമയത്ത് മെനിഞ്ചൈറ്റിസ് ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ മെനിഞ്ചൈറ്റിസ് ഉള്ള കുട്ടികൾക്ക് എന്ന് വെച്ചാൽ കൺവൾഷൻസും അൺകൺട്രോളബിൾ ഹെഡേക്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന് നോക്കണം, ഇന്നത്തെ മോഡേൺ മെഡിസിനിൽ ഇതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ഈ കുട്ടിക്ക് സർവൈവ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്ന്. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, ജസ്റ്റ് കുറച്ച് കൊല്ലം മുമ്പ് തന്നെ നമ്മളൊക്കെ ഈ ഫേസ് വി ഓൾ ലിവ്ഡ് അറ്റ് എ ടൈം when we face death everywhere. ഒരു കൊറോണ സമയത്ത് എല്ലാവരും ഇവിടെ ഈ ഡെത്തിനെ ഫേസ് ചെയ്തുകൊണ്ട് ജീവിച്ചൊരു സമയമായിരുന്നു. ആ പെയിൻറ്റിങ്ങിലുള്ള പോലെ തന്നെ ഇവിടെയും വന്ന് മരുന്നുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുപോലെ ആ സമയത്ത് അന്ന് ഈ ഡിഫ്തീരിയക്കും മെനിഞ്ചൈറ്റിസിനും മരുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അതിനൊക്കെ മരുന്നുകളുണ്ട്. പക്ഷെ നമ്മൾ ജീവിച്ചതും ഈ ഒരു കാലഘട്ടത്തിലൂടെ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ കടന്ന സമയത്ത് ഇന്നും കൊറോണക്ക് ആ സമയത്ത് മരുന്നുകൾ ഉണ്ടായിരുന്നില്ല. സോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു സമയത്തായിരുന്നു നമ്മൾ ജീവിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ സമയത്തുള്ള പെയിൻറ്റേഴ്സോ റൈറ്റേഴ്സോ ഇതിനെക്കുറിച്ച് വല്ല ബുക്സുകളോ പെയിൻറ്റിങ്സോ ഉണ്ടോ എന്ന് നോക്കിയാൽ എനിക്ക് തോന്നുന്നില്ല, അതുണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലെ അന്തിമമായ അല്ലെങ്കിൽ ഒരുപക്ഷെ ആത്യന്തികമായ ഒരു വെല്ലുവിളിയായി മരണത്തെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിജയിക്കേണ്ട യുദ്ധം എന്ന് വെച്ചാൽ ഒരു വിജയിക്കേണ്ട യുദ്ധം മരണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മരണത്തെ ഒരിക്കലും ഓവർകം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു കേവല സംഭവം മാത്രമാണ്, ഒരു നാച്ചുറൽ ഫിനോമിനയാണ്, തുടർച്ചയായ താളങ്ങളുടെ ഒരു ക്രമമാണ്.
സോ ഡെത്തിനെല്ലാം നമ്മൾ കോൺകർ ചെയ്യേണ്ടത്. വാട്ട് വി ഹാവ് ടു കോൺകർ ഈസ് അവർ റിയൽ എനിമി ഈസ് എ ഡിസീസ്. ഡിസീസാണ് നമ്മൾ ഈ കൺഫ്രണ്ട് ചെയ്യേണ്ടത്. ഡെത്തിനല്ല, മരണമല്ല, രോഗമാണ് യഥാർത്ഥ ശത്രു. രോഗത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യാൻ വേണ്ടത്. അതാണ് ഇന്നത്തെ ഈ മോഡേൺ മെഡിസിൻ ഈ ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും വലിയൊരു ഒരു ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ, എസ്പെഷ്യലി ദിസ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ്. ഇന്ന് കാലത്തെ ആളുകൾ പിന്നെ ആത്രോസ്ക്ലോറോസിസിനായാലും അല്ലെങ്കിൽ ഇതുപോലുള്ള ഡിഫ്തീരിയ അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസിനുള്ള ആൻറ്റിബയോട്ടിക്സ് ഇതൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. സോ ഇന്നിപ്പോൾ ഓരോ കുട്ടിക്കും അറിയുക, നമ്മളെ ഹൃദയം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് മച്ച് ഷേപ്പ് ലൈക്ക് എ വാലന്റൈൻ അല്ലേ. സോ ഇന്ന് ഞാനിത് ഈ പറഞ്ഞതിനുള്ള കാരണം വെച്ചാൽ നമ്മളെ മോഡേൺ മെഡിസിൻ എത്രമാത്രം അഡ്വാൻസ് ആയിട്ടുണ്ട്. പണ്ട് കാലത്ത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നമ്മുടെ നാട്ടിൽ ഈ ആൾക്കാർക്ക് ഈ വസൂരികളൊക്കെ വന്നാൽ ദൈവകോപം എന്ന് വിചാരിച്ചിട്ട് അമ്പലങ്ങളിൽ പോയിട്ട് തലക്ക് ആണിയടിക്കലും അല്ലെങ്കിൽ കോമരം തലക്ക് വെളിച്ചപ്പാട് വാളെടുത്തും തലമുറിക്ക് അടിച്ചു പൊട്ടിക്കലും ഇതൊക്കെ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു. പണ്ടൊരു സമയത്ത് ഓർമ്മ, ഇതൊക്കെ ദൈവകോപങ്ങളായി പകർച്ചവ്യാധികളെന്ന് വിചാരിച്ചൊരു സമയമുണ്ടായിരുന്നു. ഇന്ന് മോഡേൺ മെഡിസിൻ അതൊക്കെ കുറേയൊക്കെ ഇതുപോലുള്ള സംശയങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. Anyway, thank you for viewing my channel. Please do subscribe my channel.